ഈ തിരഞ്ഞെടുപ്പിൽ വി വസീഫ് മലപ്പുറത്ത്. വസീഫിന്റെ ആദ്യ മത്സരം. എത്ര വർഷത്തെ സ്കൂൾ എക്സ്പീരിയൻസ് ഉള്ളത്? സ്കൂളിൽ യഥാർത്ഥത്തിൽ ഒരു 5.5 വർഷം, ബാക്കി ഡെപ്യൂട്ടേഷനിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തം ഒരു 9-10 വർഷത്തെ അധ്യാപക ജീവിതമുണ്ട്. ഈ പുതിയ തലമുറയിലെ കുട്ടികളെ എങ്ങനെ നോക്കിക്കാണുന്നത്? എപ്പോഴും നമ്മുടെ പുതിയ തലമുറയെ മനസ്സിലാകുന്നില്ല എന്നൊക്കെയുള്ള പരാതി ഉയരാറുണ്ട്. പുതിയ തലമുറയോട് നിരന്തരം ഇടപെട്ട അധ്യാപകന്റെ അഭിപ്രായം എന്താണ്? അങ്ങനെയല്ല, വളരെ കൗതുകത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഓരോ കുട്ടികളും വ്യത്യസ്തമാണ്. ഒരു തലമുറ എന്നുള്ളതൊന്നുമില്ല. അപ്പോൾ ഓരോ കുട്ടികളും അവരുടേതായ നല്ല നല്ല കഴിവുകൾ കാണിക്കും, അവരുടേതായ ഏരിയകളിലേക്ക് അവർ ചിന്തിക്കും, അതിനനുസരിച്ച് അവർ സംസാരിക്കും. ഓരോ പുസ്തകമാണ് സത്യത്തിൽ ഓരോ കുട്ടിയും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അവരായിട്ട് ഇടപെടുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നും ഇല്ല അതിനകത്ത്. ഓരോ കാലഘട്ടത്തിന് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കുട്ടികളുടെ അടുത്തൊക്കെ ഈ ഗാഡ്ജറ്റ്സുകൾ ഒക്കെ ഉണ്ടാകും. അവർ എല്ലാ ടെക്നോളജിയും ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ അവരിൽ നിന്നായിരിക്കും പലതും പഠിക്കുക. പല ടെക്നോളജികളെ കുറിച്ചൊക്കെ നമ്മൾ അവരിൽ നിന്നാണ് പഠിക്കുക. ഇപ്പോൾ ഈ ഡിജിറ്റൽ വാച്ച്, സത്യത്തിൽ ഞാനിത് പഠിക്കുന്നത് എൻ്റെ കുട്ടികളുടെ അടുത്ത് നിന്നാണ്. അവർ ഈ ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് നമ്മൾ വല്ല ചോദ്യമോ കാര്യങ്ങളൊക്കെ ചോദിക്കും. കുട്ടികൾ ഫസ്റ്റ് ഞാൻ തുടക്കകാലത്ത് ഇതിന് ഇറങ്ങുന്ന സമയത്ത് അവർ കാണിക്കും, അവർ കൊണ്ടുവന്നുണ്ടാവും. കാരണം അവരുടെ രക്ഷിതാക്കൾ ഗൾഫിലൊക്കെ ഉള്ളവർ കൊണ്ടുകൊടുക്കുന്നതും അത് ഉപയോഗിക്കുന്നതും. അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള ഒരുപാട് അനുഭവങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിക്കാനുണ്ട് നമുക്ക്. അതിനൊക്കെ കിട്ടുന്ന ഒരു അവസരമാണ്. പിന്നെ അവർ കുറച്ചുകൂടി എനിക്കൊന്ന് ഈ ടെക്നോളജിയുമായിട്ട് കുറച്ചുകൂടി ചേർന്ന് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫാസ്റ്റാണ് അവർ. പിന്നെ അവർ അങ്ങനെ ഇപ്പോൾ എനിക്കൊന്നും കുറച്ചുകൂടി ലിബറൽ ആൻഡ് സെക്കുലറാണ് കുട്ടികൾ. വളരെ നന്നായിട്ട് ഒരു മതത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി അങ്ങനെ സൗഹൃദം അങ്ങനത്തെ ഒരു ചർച്ചയൊന്നുമില്ല. എല്ലാവർക്കും മതവും വിശ്വാസവും ഒക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ അതീതമായി അവർക്കൊക്കെ ഒരു വലിയ മനുഷ്യസ്നേഹമുണ്ട്, അതുപോലെ തന്നെ ഒരു കരുണയുണ്ട് എന്നൊക്കെയാണ് ഞാൻ കരുതുന്നത്. എൻ്റെ കുട്ടികളെ വെച്ച് ഞാൻ അതാണ് അസസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാഷ് ഫുൾ ടൈം പൊളിറ്റിക്സ് ഉള്ള ഒരാളാണല്ലോ, സ്റ്റുഡൻറ് പൊളിറ്റിക്സിലൂടെ വന്നതല്ലേ. അപ്പോൾ കുട്ടികൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ ഈ രാഷ്ട്രീയം കുട്ടികൾ എങ്ങനെയാണ് നോക്കിക്കണ്ടത്? അത് സത്യത്തിൽ വലിയ കൗതുകം. ഞാൻ പഠിപ്പിച്ച കുട്ടികളിൽ കുറേ പേര് SFIയുടെ ഭാരവാഹികളൊക്കെ ആയിട്ട്, പ്രാദേശിക ഭാരവാഹികളും ഏരിയ ഭാരവാഹികളൊക്കെ ആയിട്ട് എൻ്റെ ക്ലാസ് റൂമിൽ ഇരുന്ന കുട്ടികൾ വന്നിട്ടുണ്ട്. അതൊക്കെ സത്യത്തിൽ ഭയങ്കര സന്തോഷം നൽകും നമുക്ക്, അവർ നമ്മളുമായിട്ടുള്ള ഒരു ഇടപഴകുന്നതിനനുസരിച്ച്. അപ്പോൾ ആ സമയത്തും നമ്മൾ ചിന്തിക്കുക, നമ്മളെയൊക്കെ പഠിപ്പിച്ച അധ്യാപകരുടെ ഒരു ലെഫ്റ്റ് വിഷൻ, അങ്ങനെ ഉണ്ടല്ലോ, ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാട് നമ്മളിലൊക്കെ വലിയ സ്വാധീനം ചെലുത്തും. അപ്പോൾ അവരുടെ പെരുമാറ്റം, അവരുടെ സംസാരം, അവരുടെ വായന എല്ലാം നമുക്ക് വലിയ രീതിയിലേക്ക്, അവരുടെ അറിവുകൾ പകർന്നു തരുന്ന രീതി, നമ്മളോടുള്ള ഇടപെടലുകൾ ഒക്കെ നമ്മളിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. അപ്പം അത് സത്യത്തിൽ ഒരു രസകരമായിട്ടുള്ള അനുഭവമാണ്. അപ്പോൾ നമ്മളും അതുപോലെ കുട്ടികളിൽ അങ്ങനെ പ്രത്യക്ഷമായി രാഷ്ട്രീയമോ അവരോട് മറ്റെന്തെങ്കിലും അങ്ങനെയൊന്നും നമ്മൾ സംസാരിക്കില്ല. പക്ഷെ ഒരു നിലപാടുകളും അതുപോലെ തന്നെ ഓരോ വിഷയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ക്ലാസ് റൂം ഡിബേറ്റ്സുകളൊക്കെ നടക്കുന്ന സമയവും ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ സ്വതന്ത്രമായ ചിന്തകളെ പരമാവധി ഉയർത്തിക്കൊണ്ടുവരാനാണ് നമ്മളൊക്കെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇവിടെ സ്ഥാനാർത്ഥിയായപ്പോൾ ഈ കുട്ടികളൊക്കെ അന്വേഷിക്കുന്നുണ്ടോ? പല കുട്ടികൾ അന്വേഷിക്കാറുണ്ട്, ഞങ്ങൾ വരട്ടെ സാറേ. ഇപ്പോൾ അന്ന് പഠിപ്പിച്ച കുട്ടികളൊക്കെ, നേരത്തെ പഠിപ്പിച്ച കുട്ടികളൊക്കെ ഇപ്പോൾ നല്ല പല ജോലികളിലും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നവരും ഗൾഫിലുള്ളവരുണ്ട്. അപ്പോൾ എത്രാമത്തെ വയസ്സിൽ അധ്യാപകനായി? 28 മുതൽ തന്നെ അധ്യാപകനായി. SFI കാലഘട്ടം കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ കഴിഞ്ഞ് നേരെ അധ്യാപകനായി. 28-29 അധ്യാപകൻ. കുട്ടികളെ ശിക്ഷിക്കുന്ന അധ്യാപകനായിരുന്നോ വസീഫ്? ശിക്ഷ എന്ന് പറയുന്ന ഒരു സൗഹാർദ്ദത്തിലുള്ള ശിക്ഷയൊക്കെ നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ, അവർക്കൊരു വല്ലാത്ത പ്രയാസം തോന്നുന്ന തരത്തിലുള്ള ശിക്ഷയിലൊക്കെ ഒന്നും പോകാറില്ല. ഈ ബാലസംഘത്തിൽ പ്രവർത്തിക്കുമ്പോൾ പാട്ടുപാടാനോ അങ്ങനെയുള്ള മറ്റ് കലാപ്രവർത്തനമൊക്കെ നടത്തിയിട്ടുണ്ടോ? അഭിനയം ഉണ്ടായിരുന്നു പ്രധാനമായിട്ട്. അഭിനയം അന്ന് മാത്രമല്ല, ഞാൻ സ്കൂൾ പഠിക്കുമ്പോഴൊക്കെ സബ് ജില്ലയിലൊക്കെ പിന്നെ നാടകവുമായിട്ട് പോയിട്ടുണ്ട്. കോളേജിൽ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്തൊക്കെ. അഭിനയ മോഹം പിന്നീട് ഒഴിവാക്കിയോ? ഇല്ല, പിന്നീട് ഞാൻ ഇപ്പോഴും പറയും, നമ്മളെ സുഹൃത്തുക്കളോടൊക്കെ നമ്മൾ തെരുവ് നാടകവും അതേപോലെ തന്നെ ഈ പിന്നെ എന്തെങ്കിലും ഷോർട്ട് വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ, അതേപോലെ നമ്മുടെ സംവിധായകരൊക്കെ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ. ഇപ്പോൾ ഉയരയിലെ മനു ഒക്കെ നമ്മുടെ അടുത്ത സുഹൃത്താണ്. അവനോടൊക്കെ പറയും, എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടണേ നമ്മളെയും കൂടി വിളിക്കണേ. ഈ വസീഫ് എന്നുള്ള പേര് ഇട്ടതാരാണ്? അതിപ്പോൾ തന്നെയാണ്. എൻ്റെ താത്തയുടെ പേര് വസീദ, അനിയത്തിയുടെ പേര് വസീജ, എൻ്റെ പേര് വസീഫ്, അങ്ങനെ ഇട്ടതാ.
ഈ നന്നായിട്ട് പേര്. വസീഫ് എന്നുള്ളതിന്റെ അർത്ഥം ഞാൻ നോക്കിയപ്പോൾ മാൻ ഓഫ് ക്വാളിറ്റീസ്. അതെ 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 അതെ. അങ്ങനെ അർത്ഥമാണോ ഉപ്പ ഉപ്പ മനസ്സിലാക്കി? അങ്ങനെ തന്നെ പറഞ്ഞത്. ഉപ്പ കണ്ടുവച്ച പേര് വസീഫ്, ഗുണങ്ങൾ നിറഞ്ഞ വ്യക്തി. ആ ഗുണങ്ങൾ എന്നും നിലനിർത്താൻ ആശംസിക്കുന്നു.